പ്രിയമുള്ള മതേതര ജനാധിപത്യ വിശ്വാസികളെ, പാർട്ടിയുടെ കർമ്മധീരായ പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ദേശവ്യാപകമായി പ്രതിഷേധത്തിലാണ്. നമുക്കറിയാം, ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഭരണകൂടം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ഭരിച്ച് 2 ടൈം പൂർത്തീകരിച്ച സമയങ്ങളിലെല്ലാം തന്നെ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. രാജ്യം ഏകാധിപത്യവൽക്കരിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി രാജ്യത്ത് പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരികയും നിലവിലുള്ള നിയമങ്ങൾ തന്നെ പരിഷ്കരിച്ചുകൊണ്ട് അവരുടെ അജണ്ടകൾ വളരെ ഭംഗിയായി നടപ്പിലാക്കാൻ ഉതകുന്ന രീതിയിലേക്ക് മാറ്റിമറിക്കുന്നതും നമ്മൾ കാണുന്നതാണ്. ഈ അടുത്ത് നമുക്കറിയാം, നമ്മുടെ ലോക്സഭാ ഇലക്ഷന്റെ തൊട്ട് മുന്നോടിയായി നടന്ന നിയമ പരിഷ്കരണങ്ങളിൽ നമ്മൾ കണ്ട ഒരു സംഗതി, ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ എന്ന പേരിൽ നടക്കുന്ന വംശഹത്യകൾ, അതിനെ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആൾക്കൂട്ട ആക്രമണം എന്ന രീതിയിൽ ഒരു കൊലപാതകത്തെ നിർവചിക്കണമെങ്കിൽ ചുരുങ്ങിയത് 5 ആളെങ്കിലും അതിൽ പങ്കെടുക്കണം എന്ന രീതിയിൽ അതിനെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഇന്ന് 4 ആളുകൾ ഒരാളെ ആക്രമിച്ചാൽ അതൊരു സ്വാഭാവിക കൊലപാതകം, അതിന് മറ്റൊരു ആൾക്കൂട്ട ആക്രമണം എന്ന രീതിയിൽ ഗൂഢാലോചനയിലൂടെ അന്വേഷണം കൊണ്ടുപോകാൻ പാടില്ലാത്ത രീതിയിലേക്ക് നിയമങ്ങളെല്ലാം അവർ നിർമ്മിച്ചെടുത്തുകൊണ്ട് ഇന്ന് വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അതിക്രമം. ഈ പുതിയ 3ാം ടേമിൽ അധികാരം ഏറ്റെടുത്തതിന്റെ 1 മാസം പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് ഡസനോളം ഈ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടായിരുന്നു കൊണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംഘപരിവാരക്കാൻ ഈ രീതിയിലുള്ള വർഗീയ മുന്നേറ്റങ്ങളിലൂടെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, രാജ്യത്തെ ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ള തെരുവുകളെ പ്രക്ഷുബ്ധമാക്കുന്ന സമര രീതികളെ കൊണ്ട് സംഘപരിവാറിന്റെ ഈ രീതിയിലുള്ള മുന്നേറ്റങ്ങളെ തടയിടുന്നതിന് വേണ്ടി ഞങ്ങൾ തെരുവിൽ തന്നെ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഇവിടെ ഈ പരിപാടികളിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ നീലഗിരി ജില്ലാ ജനറൽ സെക്രട്ടറി സക്കീർ സാഹിബ് അവർകളാണ്. കൊലപാതകത്തിനെതിരെ നടത്തുന്ന ഈ പ്രതിഷേധ ധർണിയുടെ അധ്യക്ഷനും നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റുമായ KK മുഹമ്മദ് ബഷീർ സാഹിബ്, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ച മണ്ഡല സെക്രട്ടറിയുമായ P. അബ്ദുൽ ഖാദർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുജീബ് സാഹിബ്, ഈ വേദിയിലിരിക്കുന്ന SG2 ഏരിയ പ്രസിഡന്റ് മുജീബ് CP, മറ്റും വേദിയെ ധന്യമാക്കിയിട്ടുള്ള മണ്ഡലം ഭാരവാഹികളെ, മറ്റും നേതാക്കന്മാരെ, ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, മോഡി സർക്കാർ 3ാമതും അധികാരത്തിലേറിയതിനു ശേഷം ആൾക്കൂട്ട കൊലപാതകം എന്ന പേരിൽ മുസ്ലിം സമുദായം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ഇന്ന് രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ബീഫ് കൈവശം വെച്ചതിന്റെ പേരിലും, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ഇടാത്തതിന്റെ പേരിലും
ഈ കഴിഞ്ഞ ബലിപെരുന്നാളിനെ ബലിയെറുക്കുന്നതിന് വേണ്ടി ബലിമൃഗത്തെ കൊണ്ടുപോയി എന്ന പേരിൽ 11ഓളം പേര് കൂട്ടക്കൊല ചെയ്തു. പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന രണ്ടാം കിട BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നാം എല്ലാവരും ആഗ്രഹിച്ച ഒന്നാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴിറക്കുക എന്നുള്ളത്. ഇന്ന് മൂന്നാമതും അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് മോദി സർക്കാർ താഴിറങ്ങണമെന്നാണ്. ഇന്ന് ശക്തമായൊരു പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടായിരിക്കെ നമ്മളെല്ലാവരും രാഹുൽ ഗാന്ധിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, പക്ഷേ ആ വിശ്വാസം ഇന്ന് നമ്മൾ കാണുന്നു സോഷ്യൽ മീഡിയയിലൂടെ. പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ കോൺഗ്രസിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ സ്പീച്ച് എടുത്തുകൊണ്ട് വൈറലാക്കുന്ന വിധത്തിൽ BJP-യോടുകൂടി കണ്ണിലൂടെയും വായിലൂടെയും തീജ്വാലകളാണ് വരുന്നത്. പക്ഷേ മണിപ്പൂരിൽ ചെല്ലാൻ രാഹുൽ ഗാന്ധിക്ക് സമയമുണ്ട്. എന്റെ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ അവിടെ പോയി ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഒരു നേതൃത്വങ്ങൾ പോലും, ഒരു നേതാവ് പോലും അതിനെതിരെ ശബ്ദിക്കാനോ അതിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്താനോ ഇന്നവർ തയ്യാറല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രക്ഷ. അതുകൊണ്ടാണ് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചത് ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം എന്നാണ് നമ്മൾ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സംഘ് പരിവാരത്തിന് ആരെല്ലാം ശബ്ദിക്കുന്നുണ്ടോ അവരെല്ലാം ഇന്ന് സുഡാപ്പിയാണ്. നമുക്കറിയാമല്ലോ, മമ്മൂട്ടി സുഡാപ്പിയാണ്, ഒരു സിനിമാ നടൻ ഒരു സുഡാപ്പിയാണ്. ആരെല്ലാം ഇന്ന് സംഘ് പരിവാരത്തിന് ശബ്ദമുയർത്തുന്നുണ്ടോ, അതെ, ഇന്നത്തെ ശബ്ദം സുഡാപ്പിയുടെ ശബ്ദമാണ്. കാരണം സുഡാപ്പിയായാൽ മാത്രമാണ് ഇന്നത്തെ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ഇന്ന് വലതിനുമാകട്ടെ ഇടതിനുമാകട്ടെ ഇന്ന് ആരും തന്നെ അതിനെതിരെ ശബ്ദിക്കുന്നില്ല. അവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി കൊണ്ട് ഇതൊരു പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രക്ഷോഭമായി ജനങ്ങളുടെ മുമ്പിൽ ഈ തെരുവിൽ നിൽക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ബാക്കിൽ ഒരുപാട് നേതൃത്വങ്ങൾ നിങ്ങളുമായി അഭിസംബോധന ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഔദ്യോഗികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് SDP. İnkılap Zindabad, İnkılap Zindabad, SDPI Zindabad, SDPI Zindabad, തല്ലിക്കൊലകൾ അവസാനിപ്പിക്കുക, തല്ലിക്കൊലകൾ അവസാനിപ്പിക്കുക, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക. രാജ്യത്തിന്റെ തെരുവുകൾ തോറും പരിവാർ ഗുണ്ടകൾ ആയുധമേന്തി മനുഷ്യ മക്കളെ കൊല്ലുന്നു,
മനുഷ്യ മക്കളെ കൊല്ലുന്നു. ഭരണക്കാരും പോലീസും അക്രമികളുടെ തോഴന്മാർ പ്രതിപക്ഷത്തെ പാർട്ടികളെങ്കിലും മൗനം പൂണ്ട് കഴിയുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, SDPI സിന്ദാബാദ്. രാജ്യത്തുള്ളൊരു പൗരന്മാരെ സംഘീയ ഗുണ്ടാ ഭീകരസേന തെരുവിൽ തല്ലി കൊല്ലുമ്പോൾ കയ്യും കെട്ടി കണ്ണും പൂട്ടി തപസ്സിരിക്കാനാവില്ല. ഇൻകുലാബ് സിന്ദാബാദ്. SDPI സിന്ദാബാദ്. രാജ്യം മുടിച്ചൊരു സംഘീകരണം. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി രാജ്യത്തിന്റെ നന്മക്കായി ലക്ഷ്യം വെച്ചൊരു ഇന്ത്യൻ ജനത സംഘിക്കെതിരെ വിധിയെഴുതി പ്രതികാരത്തിൻ വാളെടുത്ത് സംഘീയ ഭീകര കസ്മല കൂട്ടം തല്ലിക്കൊലകൾ നടത്തുന്നു. സംഘീയ ഭീകരതക്കെതിരായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തയ്യാറാവുക സോദരരെ. ഇൻകുലാബ് സിന്ദാബാദ്. SDPI സിന്ദാബാദ്.